ഹായ് ഗായ്സ്. വാപ്പ കൊട്ടാരക്കര വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറേ മാങ്ങ കൊണ്ടുവന്നു കേട്ടോ. കുറേ മാങ്ങയല്ല, ഒരു 5-6 കൊണ്ടുവന്നു. 5-6 അല്ല, 6 കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരുതി വെറുതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നീ വാപ്പ ചമ്മന്തിയാക്കും, അല്ലെങ്കിൽ മീൻ ഗ്രില്ലൊക്കെ ഇടും. അതും സൂപ്പറാണ്. പക്ഷെ നമുക്കത് അച്ചാറിട്ടാലോ? എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മാങ്ങ അച്ചാർ. കേപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ചാറിട്ട് കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അച്ചാറിടാൻ കേട്ടോ. ഒരാഴ്ച 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടൊന്ന് അതുവരെ വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അന്ന് തന്നെ യൂസ് ചെയ്യുന്ന രീതിയിൽ അച്ചാറിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനിങ്ങനെ അച്ചാറിടുന്നത്, ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെ അച്ചാറിടുന്നത്, ഇനി വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. ഞാൻ മാങ്ങ അരിഞ്ഞ് ഉപ്പും കൂടി ഇട്ട് ഇളക്കി വെച്ച്, അത് കഴിഞ്ഞ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതിലിട്ട് ഇളക്കി വെക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നല്ല ഉലുവയും കടുകും കൂടെ വറക്കണം. ഉലുവയും കടുകും കൂടെ വറുത്ത് മിക്സിയിലിട്ട് ചെറുതായിട്ട്, ഒരുപാട് അരയ്ക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് അതും കൂടെ യൂസ് ചെയ്യണം കേട്ടോ. അതിന് കായപ്പൊടിയില്ല, കായപ്പൊടി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പക്ഷേ കായപ്പൊടിയെക്കാട്ടി നല്ലത് നല്ല കായം തന്നെയാണെന്ന് തോന്നുന്നു. അത് വറുത്ത് കേട്ടോ, ഓയിലിനകത്ത് വറുത്തിട്ട് നല്ലെണ്ണ കേട്ടോ. വെളിച്ചെണ്ണയെക്കാട്ടി കുറച്ചുകൂടെ നല്ലത് നല്ലെണ്ണ അച്ചാറിനൊക്കെ. വെളിച്ചെണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇരിക്കുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഇട്ടു. അപ്പോൾ നമുക്ക് വിനാഗിരിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. പിന്നെ ഒത്തിരി ദിവസം ഇരിക്കുവാണെങ്കിൽ മാത്രം വിനാഗിരി മതിയല്ലോ. ഇത് ഒത്തിരി ദിവസം വെച്ചേക്കുന്നില്ല, അന്ന് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും 2 ദിവസത്തിനുള്ളിൽ തീരും. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ആവശ്യമൊന്നും ഇല്ല. അത് നന്നായിട്ട് എണ്ണ തിളയ്ക്കണം കേട്ടോ. നല്ല തിള വരുമ്പോഴത്തേക്കും അത് ഒഴിക്കണം. അപ്പോൾ നല്ല പത വരുന്നുണ്ടെങ്കിൽ നല്ല വെളിച്ചെണ്ണ എന്നാണ് പറയുന്നത് കേട്ടോ. ഉള്ളയാണോ കൊള്ളമാണോ അങ്ങനെയൊക്കെ വാപ്പയും അപ്പച്ചിയൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് ആ മാങ്ങയിലോട്ട് ഒഴിക്കണം. അപ്പോൾ വാടയൊന്നും വേണ്ട, തിളച്ച എണ്ണ ആയതുകൊണ്ട് മാങ്ങ അപ്പം തന്നെ വാടും കേട്ടോ. അപ്പം വരുന്നൊരു മണമുണ്ട്, സൂപ്പർ മണം, സെറ്റ് മണം. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ എടുക്കാം. ഈ അച്ചാർ നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ എടുക്കുന്നവരില്ലല്ലോ. 2 ദിവസം 3 ദിവസം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്നവരല്ലേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനല്ല, അത്രയ്ക്ക് അടിപൊളി സാധനം. നമുക്ക് അന്ന് തന്നെ എടുക്കാം കേട്ടോ. ഇപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോഴത്തേന് ഒരു 2-3 കറിയുടെ കൂടെ ഒരു തൊട്ടുകൂട്ടാൻ്റെ അച്ചാർ വേണം. നാരങ്ങയൊക്കെ ആണെങ്കിൽ 2-3 ദിവസം എടുത്താലേ അത് വാടത്തുള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്താൽ മതി. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഇളക്കി വെക്കുക. ഉലുവയും പിന്നെ കടുകും കൂടെ മിക്സിയിലിട്ട് അടിച്ച് ഇട്ടാൽ മതി കേട്ടോ. തിളച്ച എണ്ണയും കൂടെ ഒഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. അന്ന് തന്നെ യൂസ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാൻ. ടാറ്റാ ബൈ ബൈ. സീ യു.